കൃപാസന മാതാവിൻ്റെയും അവിടുത്തെ തിരുക്കുമാരൻ്റെയും മുൻപിൽ രണ്ടാമതൊരു തവണ കൂടി എനിക്ക് സാക്ഷ്യം പറയുവാനുള്ള അവസരം ഒരുക്കി തന്നതിന് അമ്മ മാതാവിനും അവിടുത്തെ തിരുക്കുമാരനും 1000 നന്ദി. ഇനിയും എനിക്ക് ഇവിടെ വന്നു നിന്നുകൊണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും മുൻപിൽ സാക്ഷ്യം പറയുവാനുള്ള കൃപ നൽകണമേ എന്ന് യാചിച്ചുകൊണ്ട് ഞാൻ മീന ബി ജോസഫ്, മംഗലപ്പുഴ സെയിൻറ്റ് ജോസഫ് ചർച്ച് ഇടവകയിലെ ഒരു അംഗമാണ്. 2024 ഈ വർഷം ജനുവരി 10 ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന സമയമായിരുന്നു. ഡിസംബർ 16 കഴിഞ്ഞ വർഷം ഡിസംബർ 16 എനിക്ക് മകളുടെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ കുറച്ച് ഭാഗമായിട്ട് ഞാൻ കുറച്ച് ഡാൻസ് ചെയ്യുന്ന ഡാൻസിൻ്റെ റിഹേഴ്സൽ ചെയ്യുന്ന സമയമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം റിഹേഴ്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെച്ച് എനിക്ക് വലത് കാലിൻ്റെ മുട്ടിൽ അതിശക്തമായ വേദന. ഞാൻ അവിടെ ഇരുന്നു പോയി. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ഇങ്ങനെ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറഞ്ഞു. MRI ചെയ്യാൻ പറഞ്ഞു എന്നോട്. MRI ചെയ്തപ്പോൾ പറഞ്ഞു മീഡിയൽ മെനിസ്കസ് എന്ന് പറഞ്ഞ ഒരു ലിഗമെൻ്റ് ടിയറാണ്. അപ്പോൾ ഒരു 2-3 എക്സസൈസ് പറഞ്ഞു. 50 ടൈംസ് ഓരോന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം കൂടി എനിക്കിപ്പോൾ ചെയ്യാനുള്ള ധൈര്യം അതിശക്തമായ വേദനയായിരുന്നു. ഞാനൊരു 10 പ്രാവശ്യം ചെയ്യാൻ ശ്രമിച്ചു. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കരഞ്ഞുകൊണ്ട് ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ പിടിക്കുകയും അച്ഛൻ വെഞ്ചരിച്ച് തന്ന തൈലം കൊണ്ട് വലത് കാലിൻ്റെ മുട്ടിന്മേൽ ഞാൻ കുരിശടയാളം വരച്ചുകൊണ്ട് പ്രത്യക്ഷീകരണം പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും മാറി മാറി ചൊല്ലി ഒത്തിരി നേരം കരഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഒരു 3 പ്രാവശ്യം ഞാനിത് ചെയ്യുന്നുണ്ടായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ നീ ക്യാപ്പ് ധരിച്ചിരുന്നു എങ്കിലും ഞാൻ ചെറുതായിട്ട് ഡാൻസ് റിഹേഴ്സൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു ദിവസം ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ എന്നോട് മാതാവ് ഇങ്ങനെ പറഞ്ഞ പോലെ എനിക്ക് തോന്നി, ഇന്ന് നീ നീക്കാപ്പിടാണ്ട് പള്ളിയിൽ നിനക്ക് മുട്ടൂത്തി നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. ഞാൻ അതുമാതിരി അന്ന് ഞാൻ നീക്കാപ്പിടാതെ കണ്ട് പള്ളിയിൽ പോയി. മുട്ടുകുത്തി നിന്ന് വാഴ്വിൻ്റെ സമയത്ത് എനിക്ക് മുട്ടുകുത്തി നിന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള കൃപ മാതാവ് എനിക്ക് നൽകി. ഇന്ന് എനിക്ക് വിശുദ്ധ കുർബാനയിലെ എത്രയോ സമയമാണ് നമ്മൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കേണ്ടത്, അത്രയും സമയം മുഴുവനായിട്ട് മുട്ടുകുത്തി നിന്ന്, കുടുംബ പ്രാർത്ഥന മുഴുവനായിട്ട് മുട്ടുകുത്തി നിന്ന് എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള കൃപ എനിക്ക് നൽകിയത് കൃപാസനം മാതാവാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഇതാണ്. എൻ്റെ അമ്മായിയമ്മ 85 വയസ്സുള്ള എൻ്റെ അമ്മച്ചിക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് മുഖത്തിൻ്റെ വലത് ഭാഗത്ത് ഫേഷ്യൽ പാൾസി വന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. വെള്ളം കുടിക്കുമ്പോഴും അമ്മച്ചി ഓട്സ് എന്തെങ്കിലും ദ്രാവക രൂപത്തിലുള്ളത് കഴിക്കുമ്പോഴും അമ്മച്ചിക്ക് പകുതി സൈഡിൽ കൂടെ പുറത്തു പോവുകയായിരുന്നു. ഞാനും അമ്മച്ചിക്ക് കയ്യിൽ കാശുരൂപം അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തു. അമ്മച്ചി വെഞ്ചരിച്ച തൈലമെടുത്ത് ഞാൻ അമ്മച്ചിയുടെ മുഖത്തിൻ്റെ വലത് കവിളിൽ പുരട്ടി. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി വിശ്വാസപ്രമാണം ചൊല്ലിക്കോളൂ. ഞാനും വിശ്വാസപ്രമാണവും ചൊല്ലി പ്രത്യക്ഷകരണവും മാറി മാറി ചൊല്ലി 3 ദിവസം പ്രാർത്ഥിച്ചു. അതേപോലെ ഒരു 3-4 പ്രാവശ്യം ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, 5-ാം ദിവസം അമ്മച്ചിയുടെ ചുണ്ടുകൾ സാധാരണ രീതിയിലെ പോലെയായി. അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല. ഇതെല്ലാം എനിക്ക് എൻ്റെ കൃപാസനം മാതാവ് നേടിത്തന്നതാണെന്ന് ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും എനിക്ക് ഒത്തിരി അനുഗ്രഹം നൽകി എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തന പുസ്തകം 6:2 കർത്താവെ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. കർത്താവെ, എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ. മീന ബി ജോസഫ് എന്ന ഈ സഹോദരി 2 സൗഖ്യാനുഭവങ്ങളാണ് കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യത്തത് തൻ്റെ തന്നെ ലിഗമെൻറ്റിനുണ്ടായ ക്ഷതവും അത് കലശലായ വേദനയും
ആ ദിവസങ്ങളിൽ നടക്കുവാനും മുട്ടുകുത്തുവാനും ഒക്കെ ഉണ്ടായ വലിയ പ്രയാസങ്ങൾ, അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലവും കുരിശടയാളം വരച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി തുടർച്ചയായി അമ്മ മാതാവിലൂടെ ഈശോയുടെ സൗഖ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ദിവസങ്ങളിൽ നടക്കുന്ന മകളുടെ വിവാഹത്തിൻ്റെ ചടങ്ങുകൾക്ക് നന്നായി പങ്കെടുക്കുവാൻ, സഹോദരി പറയുന്നത് പോലെ അതിൻ്റെ ഡാൻസ് പരിപാടികൾക്കൊക്കെ നന്നായി പങ്കുചേരുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയും വയ്യാത്ത കാലം കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മാതാവ് സഹായിക്കുകയും ഒരു കുർബാനയ്ക്ക് പോകുമ്പോൾ നീക്യാപ്പ് ഉപേക്ഷിച്ച് പോകുവാനും അവിടെ മുട്ടുകുത്തുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ സൗഖ്യം പൂർണ്ണമായി നൽകിയെന്ന് മകളെ ബോധ്യപ്പെടുത്തി. രണ്ടാമത്തത്, പ്രായാധിക്യമുള്ള അമ്മ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചുണ്ട് കോടിപ്പോവുകയും ഭക്ഷണം പുറത്തേക്ക് പോവുകയും അത് രോഗാവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആകെ അങ്കലാപ്പിലായ നാളുകളിൽ വീണ്ടും ഏറ്റവും വിശ്വാസത്തോടു കൂടി ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശടയാളം വരച്ച് അമ്മയോടും പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട് പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ മുന്നോട്ട് പോയപ്പോൾ 5 ദിവസം കൊണ്ട് അത്ര എളുപ്പമോ സാധാരണമോ അല്ലാത്ത വേഗതയിൽ ആ രോഗം മുഴുവനും സൗഖ്യപ്പെട്ടുകൊണ്ട് ആ അമ്മ നല്ല നിലയിൽ ഭക്ഷണം കഴിക്കുവാനും ചിറി കൂടാതെ സംസാരിക്കുവാനും ജീവിക്കുവാനും സാധിച്ചുവെന്നതും സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ കടന്നു പോകുന്ന അവസ്ഥകൾ ഏതു തന്നെയാണെങ്കിലും വിശ്വാസം എത്ര കണ്ട് വലിപ്പത്തോടുകൂടി എളിമയോടുകൂടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നുവോ, മറ്റൊന്നിലും എനിക്ക് ആശ്രയമില്ല, രക്ഷയില്ല, അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞാൽ എൻ്റെ കുറവുകൾ പോലും പരിഗണിക്കാതെ എനിക്ക് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുവാൻ സാധിക്കും, സൗഖ്യാനുഭവവും മറ്റ് നന്മകളും എൻ്റെ കുടുംബത്തിന് ലഭിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും അമ്മയുടെ അരികിലേക്ക് നിയോഗങ്ങൾ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിനുള്ള ദൈവകൃപയ്ക്കുള്ള കാരണമാക്കി അമ്മ മാതാവ് മാറ്റിത്തരുന്നുവെന്നതാണ് ഈ സാക്ഷ്യത്തിലൂടെ സഹോദരി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ നിയോഗങ്ങളെയും അമ്മ മാതാവിന് കൊടുത്ത് വേഗത്തിൽ സൗഖ്യാനുഭവങ്ങളിലേക്ക്, ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുക്കുമാരനും അമ്മ മാതാവിനും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.